ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്നതും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നതുമായ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഹൊറർ ഡ്രാമ തലഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ കേഴ്സ്ഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത് ഒരു സയൻസ് ഫിക്ഷൻ തലഭാഗത്തിൽപ്പെടുന്ന ഒരു റഷ്യൻ മൂവിയാണ്. ISS എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് റഷ്യൻ ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത നമ്മുടെ ടൊവിനോ തോമസും ഭാവനയൊക്കെ പ്രധാന വേഷം കൈകാര്യം ഒരു മലയാള സിനിമയായിരുന്നു നടികർ എന്ന് പറയുന്ന സിനിമ. തിയേറ്ററിൽ ഒരു വൻ പരാജയം നേരിട്ട സിനിമയാണ്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമാണ് ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്തു വന്നിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ആയി. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അടുത്ത ആഴ്ച, അതായത് അടുത്ത മാസത്തിലേക്ക് പോകുന്നതായിരിക്കും. മിക്കവാറും അടുത്ത ആഴ്ച ഈ സിനിമയുടെ റിലീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഒരു ഇംഗ്ലീഷ് ഫാന്റസി മൂവിയാണ്. ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഇതേ പേരിലുള്ള അനിമേഷൻ മൂവിയുടെ ലൈവ് ആക്ഷൻ മൂവിയാണ് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ ഒരു ഹിന്ദി മൂവിയാണ്. ഡയറക്റ്റ് TV പ്രീമിയർ ആയിട്ടാണ് ഈ സിനിമ വന്നിട്ടുള്ളത്. ഒരു ഹൊറർ കോമഡി പാത്രപ്പെട്ട സിനിമയാണ്. ദ ബൂത്നി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഡയറക്റ്റ് TV പ്രീമിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത നവീൻ ചന്ദ്ര പ്രധാന വേഷം കൈകാര്യം ഒരു തെലുങ്ക് ക്രൈം ത്രില്ലർ പാത്രപ്പെട്ട സിനിമയാണ് ഷോർട്ട് ടൈം എന്ന് പറഞ്ഞ സിനിമ. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ ജൂലൈ മാസം 25-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. അടുത്തത് മലയാളത്തിലുള്ള ഡ്രാമ കോമഡി പാത്രപ്പെട്ട സിനിമയാണ്. ആമസോൺ പ്രൈമിൽ സർപ്രൈസ് റിലീസ് ചെയ്ത സിനിമയാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമ. UK OK എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള, UK OK. മലയാളം ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ സർപ്രൈസ് ആയി റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത അഥർവ, നിമിഷ സാജി എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് സിനിമയായിരുന്നു DNA എന്ന് പറഞ്ഞ സിനിമ. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ബല്ലറിന ഫ്രം ദ വേൾഡ് ഓഫ് ജോൺ വിക്ക് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്തത് ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ സിനിമയുടെ മറ്റു ഭാഷകളും അവൈലബിൾ ആയിട്ടുണ്ട്. മൾട്ടി ഓഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ടാണ് ഈ സിനിമ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെയും സീരീസുകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിലേക്ക് സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടുമായിരിക്കും. ഇഷ്ടപ്പെട്ടിരിക്കുക, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.